ഇതിൽ നിങ്ങൾക്ക് പുൽബനീതിമാം എന്ന പോയത്തിന് ശേഷം ഇനിയുള്ളത് ടി വി എന്ന ഒരു പട്കഥയാണ്. വരുൺ ഗ്രോവർ എന്ന ഓഥർ എഴുതിയിട്ടുള്ള ഒരു പട്കഥയാണ്. പട്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കഥയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഒരു സ്റ്റോറി എഴുതുന്ന പോലെയല്ല ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത്. സ്ക്രിപ്റ്റ് അഥവാ തിരക്കഥ എഴുതുമ്പോൾ എപ്പോഴും എന്താണ്, ഒരു സീൻ 1 സീൻ 2 എന്ന് പറഞ്ഞിട്ട് ഏത് സീനിലാണ് അത് നടക്കുന്നത് ആ സീൻ നമ്പർ എഴുതി ആ സീനിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെയാണ് അതിനെ ബുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ടി വി എന്ന് പറയുന്ന ഒരു പട്കഥയാണ് കേട്ടോ. അതിൽ വിവരിക്കുന്നത് ഒരു 3 കുട്ടികളുടെ കഥയാണ്. ഈ ടി വി എന്ന് പറയുന്നത് ഒരു 3 കുട്ടികളുടെ കഥയാണ്. ഗോപു, ചുന്നി, ലല്ലു എന്ന പേരുള്ള 3 കുട്ടികളുടെ കഥയാണ്. ഇവരൊരു പർവ്വത പ്രദേശത്ത് താമസിക്കുന്ന 3 കുട്ടികളാണ്. അപ്പോൾ ഇവരുടെ നാട്ടിൽ അന്ന് ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് ടി വി കാണുന്ന വളരെ കൗതുകം. അപ്പോൾ ടി വി കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്, ആരോടും പറയാതെ. വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇവർ 3 പേരും. അപ്പോൾ ഇവർക്ക് ഉണ്ടാവുന്ന കുറേ അനുഭവങ്ങളും കാര്യങ്ങളുമാണ് ഈ തിരക്കഥയിലൂടെ ഓഥർ പറയുന്നത്. അപ്പോൾ പട്കഥയ്ക്ക് ഒരു ഹെഡിങ് കൊടുത്തു, ടി വി എന്ന് ഹെഡിങ് കൊടുത്തു. ഇനി എന്താണ് അടുത്തത് എഴുതേണ്ടത്? പട്കഥ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് സീനാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഇപ്പോൾ ഇത് ഏതാണ്? സീൻ 1 ആണ് അല്ലേ? സീൻ 1 എന്ന് എഴുതി. ഇനി ആ കഥ നടക്കുന്ന സിറ്റുവേഷൻ, ആ കഥയിൽ ആരൊക്കെ ഉണ്ട്, ആ സിറ്റുവേഷനിൽ ഈ സീനിൽ ആരൊക്കെ ഉണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രായം, പിന്നെ അവരുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയാണ്, എത്ര പ്രായമുള്ള ആളുകളാണ് ആ സീനിലുള്ളത്, എത്ര ആളുകളുണ്ട് ആ സീനിൽ, ഇതൊക്കെ കഥയുടെ സ്റ്റാർട്ടിങ്ങിൽ, സ്ക്രിപ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ സീൻ നമ്പർ കൊടുത്തു, സീൻ 1 എന്ന് കൊടുത്തു. അതിൻ്റെ താഴെ ഈ കഥ നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എവിടെയാണ് എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ എവിടെയാണ് ഈ കഥ നടക്കുന്നത് എന്നാണ് സീൻ നമ്പർ എഴുതിയതിന് ശേഷം അതിന് താഴെയായി ഈ കഥ നടക്കുന്നത് എവിടെയാണ്? ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സടക്. ഗോപുവിൻ്റെ ഘർ എന്ന് പറഞ്ഞാൽ വീടിന്, ബാഹർ പുറത്തായി, കച്ചി സടക്, കച്ചി എന്ന് പറഞ്ഞാൽ മണ്ണ് നിറഞ്ഞ ടാറൊന്നും ഇടാത്ത സടക്ക് വഴി, അവിടെയാണ് ഈ കഥ നടക്കുന്നത്. ഗോപുവിൻ്റെ വീടിന് മുന്നിലായി പുറത്തായി ഒരു മണ്ണ് നിറഞ്ഞ ഒരു വഴിയിലാണ് ഈ കഥ നടക്കുന്നത്. സമയം എപ്പോഴാണ്? ആ സമയവും മെൻഷൻ ചെയ്യണം. ദോപഹർ കെ 2 ബജേ ഹേ, ഉച്ചയ്ക്ക്. ദോപഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലഞ്ച് ടൈമിനാണ് ദോപഹർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോർണിംഗ് ടൈമിന് എപ്പോഴാണ്? സുബഹ്. അതുപോലെ ഈവനിങ് ആണ് കഥ നടക്കണമെങ്കിൽ എപ്പോൾ? ഷാം എന്ന് കൊടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ദോപഹർ കെ 2 ബജേ ഹേ, ഉച്ചയ്ക്ക് 2 മണിക്ക്, 2 ബജേ ഹേ, ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഹെഡിങ് കൊടുത്തു, സീൻ 1 എന്ന് കൊടുത്തു, അതിൻ്റെ താഴെ ഈ കഥ നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കൊടുത്തു, എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതും ഹെഡിങ് കൊടുത്തു. ഇനി എന്താണ്? ഇനി കുറച്ച് നമ്മൾ ഈ ഒരു സീനിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ചെറിയ പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. എവിടെയാണ് ആ പ്രദേശം, എങ്ങനെയുള്ള പ്രദേശമാണെന്ന് കൊടുത്തു. പഹാഡി ഇലാക്ക. ഇലാക്ക എന്ന് പറഞ്ഞാൽ പ്രദേശം. പഹാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതങ്ങളും മലകളൊക്കെ ഉള്ളത് തന്നെയാണ്. പർവ്വതങ്ങളും മലകളെയാണ് പഹാഡി എന്ന് പറയുന്നത്. പഹാഡി ഇലാക്ക. അൺനോൺ വേർഡ്സിൻ്റെ ഞാൻ മീനിങ്സ് സെപ്പറേറ്റ് തരാം കേട്ടോ. ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. പർവ്വതങ്ങളൊക്കെയുള്ള ഒരു ഇലാക്ക, ഒരു പ്രദേശം. ദൂർ ദൂർ തക് ഫൈലെ പഹാഡ് ദിഖ് രഹേ ഹേ. ദൂരമായിട്ട് എന്താണ്? ഫൈലെ, ഇങ്ങനെ നീണ്ടു കിടക്കുന്ന, പഹാഡ് ദിഖ് രഹേ ഹേ, നീണ്ടു കിടക്കുന്ന പഹാഡ്, പർവ്വതങ്ങളെയും മലകളെയും ദിഖ് രഹേ ഹേ, കാണുന്നുണ്ട്. അപ്പോൾ സീൻ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ആ സീൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. പർവ്വതങ്ങളൊക്കെ നിറഞ്ഞ പ്രദേശമാണ്. ദൂരെയായിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന, ഫൈലിങ്ങനെ നീണ്ടു കിടക്കുന്ന പഹാഡ്, പർവ്വതങ്ങൾ കാണുന്നുണ്ട്. करीबन 8 to 10 साल की उम्र के 3 बच्चे गोपू, चुन्नी और लल्लू कच्चे रास्ते पर गए हैं. करीबन ഏകദേശം 8 തൊട്ട് 10 വയസ്സ് വരെ പ്രായം, സാൽ എന്ന് പറഞ്ഞാൽ വർഷക്ക് ഉമ്ര, ആ വർഷം പ്രായമുള്ള 3 ബച്ചെ 3 കുട്ടികൾ, ഗോപു, ചുന്നി ഔർ ലല്ലു, കച്ചെ ആ മണ്ണ് നിറഞ്ഞ രാസ്തേ പർ വഴിയിൽ, രാസ്ത എന്ന് പറഞ്ഞാൽ വഴിയിൽ, ഗഡേഹെ നിൽക്കുന്നുണ്ട്. गोपू देखने से ही बाकी दोनों पर हावी लगता है. ഗോപു ദേഖ്നെ സേഹി, ഗോപുവിനെ കാണുമ്പോൾ തന്നെ, ദേഖ്ന എന്നാൽ കാണുക, ദേഖ്നെ സേഹി കാണുമ്പോൾ തന്നെ, ബാക്കി ദോനോം പർ മറ്റുള്ള 2 പേരെക്കാളും, ഹാവി ലഗ്താഹെ, ഹാവി ലഗ്താഹെ എന്ന് പറഞ്ഞാൽ ആ മുന്നിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. വഹ് സമീൻ പർ ജുക്കാഹ, അവൻ ആ തറയിൽ ഇങ്ങനെ കുനിയുന്നുണ്ട്. ജുക്ന എന്ന് പറഞ്ഞാൽ കുനിയുക, അവൻ തറയിൽ കുനിയുന്നുണ്ട്. അവർ കുച്ച് ഉടാനേക്ക് കോശിഷ് കർ രഹാ ഹെ,
എന്തോ ഒന്ന് എടുക്കാനായിട്ട് കുച്ച് ഉഡാനേക്ക് എടുക്കാനായിട്ട് കോശിഷ് കർ രഹാ ഹെ പരിശ്രമിക്കുന്നുമുണ്ട്. ഉസ്കെ ഹാത്ത് മേ മക്കോഡ ഹെ അവൻ്റെ കയ്യിൽ എന്താണുള്ളത്? ഒരു ചെറിയ മക്കോഡ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രാണിയുണ്ട്. കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സീൻ നടക്കുന്ന ആ കാര്യങ്ങളും സിറ്റുവേഷനും സീനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു ചെറിയ പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ. എവിടെയാണ് നടക്കുന്നത്? പർവ്വതങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. 3 കുട്ടികളുണ്ട്. അതിലൊരു കുട്ടി താഴെ കുനിഞ്ഞ് ഒരു പ്രാണിയെ എടുക്കുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ആ 3 കുട്ടികൾ അവിടെ നിൽക്കുകയാണ്. അവർ നിൽക്കുന്ന ആ ഒരു സമയം, ആ സ്ഥലം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി എന്ത് വേണം? ചെറിയൊരു പാരഗ്രാഫിൽ അത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അവർ തമ്മിൽ ആ സീനിൽ നടക്കുന്ന സംഭാഷണമാണ്, കോൺവെർസേഷനാണ് പറയുന്നത്. ഗോപുവാണ് ആദ്യം പറയുന്നത്. ചുന്നിക്കോ മക്കോഡ പകടാത്തെ ഹുയേ യേ ലേ തേരാ പ്യാരാ മക്കോഡ അബ് ഖാ ഇസ്കി കസം. ആ ചുന്നി എന്ന മറ്റു കുട്ടിയുടെ പേരെന്താണ്? ചുന്നി എന്നൊരു കുട്ടിയും കൂടി ഉണ്ടല്ലേ. ആ കുട്ടിയുടെ കയ്യിൽ ഈ മക്കോഡ എന്താണ്? ആ പ്രാണിയെ പകടാത്തെ ഹുയെ ആ പിടിക്കാൻ കൊടുത്തിട്ട്, പകടന എന്ന് പറഞ്ഞാൽ പിടിക്കുക, പകടാത്തെ ഹുയെ എന്ന് പറഞ്ഞാൽ അത് പിടിപ്പിച്ചുകൊണ്ട് എന്താ പറയുന്നത്? അവൻ്റെ കയ്യിൽ ആ ചെറിയ പ്രാണിയെ, ചുന്നിക്ക് ആ ചെറിയ പ്രാണിയെ പിടിക്കാൻ കൊടുത്തുകൊണ്ട് എന്ത് പറയുകയാണ്? ഏലേ ഇതാ തേരാ പ്യാരാ മക്കോഡ നിൻ്റെ പ്രിയപ്പെട്ട മക്കോഡ ആ പ്രാണി ഇതാ. അബ് ഖാ ഇസ്കി കസം ഖാന എന്ന് പറഞ്ഞാൽ ശബ്ദം ചെയ്യുക കേട്ടോ. കസം ഖാന എന്ന് പറഞ്ഞാൽ ശബ്ദം ചെയ്യുക. അബ് ഇപ്പോൾ ഖാ ഇസ്കി കസം നീ ശബ്ദം ചെയ്താലും. അപ്പം ചുന്നി എന്താണ്? ചിരിച്ചുകൊണ്ട്, മുസ്കുരാക്കർ ചിരിച്ചുകൊണ്ട്, മക്കോഡ പകട്ടെ ഹുയ. അപ്പോൾ ആ അവരുടെ ഒരു എക്സ്പ്രഷൻ പോലും ഈ സീനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് കൊടുക്കുന്നത്. മുസ്കുരാക്കർ മക്കോഡ പകട്ടെ ഹുയെ പുഞ്ചിരിച്ചുകൊണ്ട് ആ പ്രാണിയെ പിടിച്ചുകൊണ്ട് ചുന്നി തിരിച്ചു ചോദിക്കുകയാണ്. കൈസെ ഖാനിഹെ എപ്രകാരമാണ് ഞാൻ സത്യം ചെയ്യേണ്ടത്? അപ്പോൾ ഗോപു പറയാണ്, അരെ ജൈസെ മാസ്റ്റർ ജി ബുൽവാത്തെ ഹേ എങ്ങനെ അല്ലയോ ജൈസെ എപ്രകാരമാണോ മാഷ് നമ്മളെ കൊണ്ട് ബുൽവാത്തെ ഹേ പറയിപ്പിക്കുന്നത്. സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ എങ്ങനെയാണ് പറയിപ്പിക്കുന്നത്? അതുപോലെ പറയൂ. എങ്ങനെ പറയൂ? മേം കസം ഗാത്തി ഹൂം ഞാൻ ശബ്ദം ചെയ്യുന്നു എന്ന് പറയൂ എന്ന് പറയാണ്. അപ്പോൾ ചുന്നി അതുപോലെ തന്നെ ഏറ്റു പറയാണ് കേട്ടോ. മേം കസം ഗാത്തി ഹൂം ഞാൻ ശബ്ദം ചെയ്യുന്നു. ഇനി ഗോപു എന്ത് പറയുന്നു? കി ഹം ചുപ്കെ സെ ദൂസരെ ഗാവ് ജായേങ്കെ. എന്തെന്നാൽ കി എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ആ വള്ളി ഇട്ട് കഴിഞ്ഞാൽ എന്തെന്നാൽ എന്നാണ് മീൻ ചെയ്യുന്നത്. കി എന്തെന്നാൽ ഹം നമ്മൾ ചുപ്കേസെ ആരോടും പറയാതെ ദൂസരെ ഗാവ് മറ്റൊരു ഗാവ് ഗ്രാമത്തിൽ ജായേങ്കെ പോകും. അതെന്താ? ഫ്യൂച്ചർ ടെൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് പ്രതിജ്ഞ? എന്താണ്? കി ഹം ചുപ്കേസെ ദൂസരെ ഗാവ് ജായേങ്കെ നമ്മൾ ചുപ്കേസെ ആരും അറിയാതെ ദൂസരെ ഗാവ് മറ്റൊരു ഗ്രാമത്തിൽ പോകും. അപ്പം ചുന്നി അത് ഏറ്റു പറയാണ് കേട്ടോ. പ്രതിജ്ഞ അവൻ എന്താണ് പറഞ്ഞു കൊടുക്കുമ്പോൾ ചുന്നി അത് ഏറ്റു പറയാണ്. കി ഹം ചുപ്കേസെ ദൂസരെ ഗാവ് ജായേങ്കെ എന്ന് ചുന്നി പറയാണ്. അപ്പോൾ ഗോപു പറയാണ് ഔർ ചുപ്കേസെ TV ദേക്കർ ആയേങ്കെ. രണ്ടാമത്തെ എന്താ പറയുന്നത്? എന്നിട്ട് നമ്മൾ ആരും അറിയാതെ TV കണ്ടിട്ട് തിരിച്ചു വരും. TV ദേക്കർ TV കണ്ടിട്ട് തിരിച്ചു വരും. അപ്പോൾ ചുന്നിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ചിരി അടക്കാൻ പറ്റുന്നില്ല. ഹംസി രോക്തെ ഹുയെ ആ ഒരു ഹംസി ചിരി രോക്തെ ഹുയെ പിടിച്ചു നിർത്തിയിട്ട് അവളത് റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. ഔർ ചുപ്കേസെ TV ദേക്കർ ആയെങ്കെ നമ്മൾ TV കണ്ടിട്ട് ആരും അറിയാതെ TV കണ്ടിട്ട് തിരിച്ചു വരും. അപ്പോൾ ഗോപു എന്ത് തിരിച്ചു പറയുന്നു? ഔർ യഹ് ബാത് കിസിക്കോ നെഹീം ബതായെങ്കെ മാം കോ ഭി നെഹീം. എന്താണ് ഗോപു എന്താ പറയുന്നത്? ഔർ എന്നിട്ടോ യഹ് ബാത്ത് ഈ കാര്യം കിസിക്കോ ആരോടും നെഹീം ബതായെങ്കെ പറയരുത്. ബതായെങ്കെ പറയുക, നെഹീം ബതായെങ്കെ പറയരുത്. മാം കോ ബി നെഹീം അമ്മയോട് പോലും, ഭീ പോലും എന്നാണ്. മാം കോ ബി നെഹീം അമ്മയോട് പോലും പറയരുത് എന്ന് പറയാണ്. അപ്പോൾ ഇതിനിടയിൽ സംസാരിക്കാതെ നിൽക്കുന്ന ഒരാളുണ്ട് അല്ലേ, ലല്ലു ഇതിനിടയിൽ ഇവർ പറയുന്നതിൽ തടസ്സം ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്. ബീച്ച് മെയിൻ ടോക്കർ ഇടയിൽ ടോക്കർ എന്ന് പറഞ്ഞാൽ അത് തടസ്സം ചെയ്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ ആ ഒരു കോൺവെർസേഷൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ലല്ലു ചോദിക്കുകയാണ്, മാംകോ കൈസെ ബതായെങ്കെ അമ്മോട് എപ്രകാരമാണ് പറയുന്നത്. മാം തോ സോ രഹി ഹേ സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, സോ രഹി ഹേ എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അതായത്
പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുമ്പോൾ എപ്പോഴും രഹീഹെ രഹാഹെ ഒക്കെ ചേർത്തിട്ടാണ് പറയുക. അപ്പം മാം തോ സോ രഹീഹെ, അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയുടെ എപ്രകാരമാണ് പറയുന്നത്? അമ്മ സോ രഹീഹെ, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗോപു ഹാം മാം തോ സോ രഹീഹെ അബ് മഖോട്ട രഖ് ദേ, ചുന്നി മഖോട്ട രഖ് ദേത്തി ഹെ ഹാത്ത് ജാട്ടി ഹെ. ഗോപു എന്ത് പറയാണ്? ഹാം അതെ, അമ്മ ഉറങ്ങുകയാണ്. അബ് മഖോട്ട രഖ് ദേ, ഇപ്പോൾ ആ പ്രാണി അവിടെ ഇടൂ. അപ്പോൾ ബ്രാക്കറ്റിൽ എന്ത് പറഞ്ഞു? ചുന്നി മഖോട്ട രഖ് ദേത്തി ഹെ ഹാത്ത് ജാട്ടി ഹെ. ചുന്നി മഖോടയെ അവിടെ ഇടുന്നു, കൈകൾ കൊടയുന്നു, കൈകൾ വൃത്തിയാക്കുന്നു. ഗോപു ആകെ ബഡ്ത്തെ ഹുയെ തോ ഭിർ ചലോ. ഗോപു മുന്നോട്ട് നടന്നു വന്നുകൊണ്ട്, ആകെ മുന്നോട്ട് നടന്നു വന്നുകൊണ്ട് എന്ത് പറയുകയാണ്? തോ ഭിർ ചലോ, അപ്പോൾ നമുക്ക് നടക്കാം, എന്നാൽ നടന്നാലോ, ചലോ നടന്നാലോ. തീനോം ബച്ചെ കച്ചി സടക് പർ ആകെ ബഡ് ജാത്തെ ഹെ. 3 കുട്ടികളും കച്ചി മണ്ണിറഞ്ഞ സടക്ക് വഴിയിലൂടെ മുന്നോട്ട്, ആകെ മുന്നോട്ട്, ബഡ് ജാത്തെ ഹെ നടന്നു പോവുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് സീൻ 1 പറയുന്നത്. ഇത് സീൻ 1 നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സിൻ്റെ മീനിങ്സ് ആണ്. ഇത് നോട്ടിലേക്ക് എഴുതേണ്ടതാണ് കേട്ടോ. സീൻ 1 കഴിഞ്ഞു. ഇനി സെക്കൻഡ് സീനാണ്. അതിലെന്താ പറയുന്നത്? ഏതാണ് ആ സ്ഥലം? ആദ്യം അപ്പോൾ എന്താ പറയുന്നത്? സീൻ എഴുതിയിട്ട്, സീൻ നമ്പർ എഴുതിയിട്ട് ആ ഒരു സ്ഥലത്തെ പറ്റി ആദ്യം പറയണം. ഈ കോൺവെർസേഷൻ നടക്കുന്ന, ഈ കഥ നടക്കുന്ന സീൻ എവിടെയാണെന്നുള്ളത് പറയണം. അപ്പോൾ പഹാഡ് കി പകണ്ടി ദോപഹർ കെ 3 ബജെ ഹെ. അതായത് പകണ്ടി എന്ന് പറഞ്ഞാൽ, പഹാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതനിരകളിലെ ആ ഒരു ചെറിയ വഴി. ദോപഹർ കെ 3 ബജെ ഹെ, ഉച്ചയ്ക്ക് 3 മണി സമയം. ബച്ചെ മെഹനത് സെ പഹാഡ് കി പകണ്ടി ചഡ് രഹേ ഹെ. കുട്ടികൾ വളരെ പ്രയാസപ്പെട്ടിട്ട് എന്താണ്? ആ പർവ്വതനിരകളിലെ ആ വഴി, ആ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു പോവുകയാണ്. സാമനെ വാലി ഏക് ചോട്ടി പർ ടിവി ടവർ ദിഖ് രഹാ ഹെ. സാമനെ വാലി മുന്നിൽ കാണുന്ന, ഏക്ക് ചോട്ടി പർ ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിൽ, ആ ചെറിയൊരു മലയുടെ മുകളിൽ ടിവി ടവർ, ടിവിയുടെ ടവർ ദിഖ് രഹാ ഹെ കാണുന്നുണ്ട്. അപ്പോൾ സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അവർ തമ്മിൽ ആ സീനിൽ നടക്കുന്ന കോൺവെർസേഷനാണ് പറയുന്നത്. ഗോപു ദേക്ക യഹി വോ ടവർ ഹേ ജിസ്സെ ടി വി ആത്താ ഹേ. നോക്കൂ, യഹ് വോ ടവർ ഹേ, അവിടെ എന്താണ്? അവിടെ ഇവിടെ ടവർ കാണുന്നുണ്ട് അല്ലേ? ജിസ്സെ അതിൽ നിന്നാണ് ടി വി ആത്താ ഹേ, ടി വി വരുന്നത്. ലല്ലു ആത്താ കഹാം ഹേ, ആത്താ ഹോത്താ തോ ഹം ദൂസരെ ഗാവ് ക്യോം ജാത്തെ. എവിടെ വരുന്നു? ആത്താ വരുന്നു, കഹാം എവിടെ, എവിടെ വരുന്നു, ആത്താ ഹോത്താ തോ വരികയാണെങ്കിൽ, ഹം ദൂസരെ ഗാവ് നമുക്ക് ഈ ഗ്രാമത്തിലേക്ക്, മറ്റൊരു ഗ്രാമത്തിലേക്ക് എന്തുകൊണ്ട് പോകുന്നു? അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്തിനാ പിന്നെ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നത്? അപ്പോൾ ഗോപു പറയാണ്, ചുന്നി യഹ് ലല്ലു ഏക്ദം ലല്ലു ഹേന. ചുന്നി, ഈ ലല്ലു എപ്പോഴും ഒരു വിഡ്ഢി തന്നെയാണല്ലോ, ഇതൊരു വിഡ്ഢി തന്നെയാണല്ലോ, ലല്ലു ശരിക്കും ഒരു വിഡ്ഢി തന്നെയാണല്ലോ എന്ന് പറയാണ്. ബാബാനെ ബതായാ था ना कि इसी टावर से दूसरे गांव में टीवी आता है और क्योंकि हमारा गांव पहाड़ के इस तरफ है, हमारे में नहीं आता है. ബാബാനെ ബതായാ ഥാ. പപ്പ, ബാബ എന്ന് പറയുന്നത് ഫാദറിനെയാണ് പറയുന്നത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ബാബാനെ ബതായാ ധാനാക്കി, അച്ഛൻ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇസി ടവർ സെ ദൂസരെ ഗാവേ ടി വി ആത്താ ഹേ. ഈ ടവറിൽ നിന്നാണ് മറ്റേ ഗ്രാമത്തിലേക്ക് ടി വി വരുന്നത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഔർ ക്യോം കി ഹമാര ഗാവ്, എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഗ്രാമം പഹാഡ് കെ ഇസ് തരഫ് ഹേ, പർവ്വതത്തിൻ്റെ ഈ ഭാഗത്താണ്. ഇസ് തരഫ് ഹേ, ഈ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഹമാരെ മേ നെഹി ആത്താ ഹേ, നമ്മുടെ അവിടെ വരികയില്ല. അപ്പോൾ ചുന്നി हाँ मेरे बापू ने तो बक्सा और एंटीना भी खरीद लिया था. हाँ അതെ, എൻ്റെ അച്ഛനും ഈ ബോക്സും ആൻറ്റിനയൊക്കെ ഖരീദ് ലിയാദ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹംനെ ആൻറ്റിനാക്കോ സബ് തരഫ് ഘുമായ. ഞങ്ങളും ഈ ആൻറ്റിനയെ എന്താണ് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ചുറ്റി നോക്കുകയൊക്കെ ചെയ്തു, കറക്കി നോക്കുകയൊക്കെ ചെയ്തു. പർ ടി വി പക്കടാഹി നഹി, പക്ഷെ ടി വി പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. എന്താണ് അവിടെ പറയുന്നത്? പണ്ടൊക്കെ എന്താണ് ആൻറ്റിന ഉണ്ടാവും, ഈ വീടിന് മുകളിൽ ആൻറ്റിന വെക്കും. ഈ ആൻറ്റിന ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചൊക്കെ നോക്കിയാലാണ് ടി വിയിൽ ചാനൽ ക്ലിയർ ആയിട്ട് കിട്ടുമായിരുന്നുള്ളൂ. അപ്പോൾ എന്താ പറയുന്നത്? അവരുടെ വീട് ഈ പർവ്വതനിരകളുടെ മറ്റു സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ
അവർക്ക് ടി വിയിൽ എന്താണ് ആൻറ്റിനയിൽ സിഗ്നലൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ അവരുടെ വീട്ടിൽ എന്താണ് ഈ ആൻറ്റിനയൊക്കെ കൊണ്ടുവന്ന് വെച്ച് ബോക്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആൻറ്റിന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി. പക്ഷെ എന്താണ് ടി വി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. ഗോപു टीवी तो जादू है, ऐसे दौड़े ही पकड़ेगा, हाय क्या चीज़ है टीवी. गोपू टीवी की यादों में खोया हुआ आगे बढ़ता है, बाकी दोनों उसके पीछे पीछे चल रहे हैं. ഗോപു പറയാണ് ടി വി തോ ജാദു ഹേ, ടി വി ഒരു അത്ഭുതം തന്നെയാണ്. ഐസെ ദോഡേ ഹി പകടേഗെ, എപ്രകാരം ചെറിയ കാര്യം പോലും അത് പിടിച്ചെടുക്കും. ഹായ് ക്യാ ചീസ് ഹേ ടി വി, ഓ ടി വി എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്, വലിയൊരു കാര്യം തന്നെയാണ് എന്ന് പറയുകയാണ്. ഗോപു ടി വിക്ക് യാദോമേം ഖോയ ഹുവ ആകെ ബഡ്താ ഹേ. ഗോപു ടി വിയുടെ യാദോമേം ഓർമ്മകളിൽ സ്മരണകളിൽ മുഴുകിയിട്ട് ഗോപു ഒരിക്കൽ ടി വി കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഗോപു ടി വിക്ക് യാദോമേ, ടി വിയുടെ ഓർമ്മകളിൽ ഖോയ ഹുവ അതായത് മുഴുകിക്കൊണ്ട് ആകെ ബഡ്താ ഹേ മുന്നോട്ട് നടക്കുകയാണ്. ബാക്കി ദോനവും ഉസ്കെ പീച്ചെ പീച്ചെ ചൽ രഹേ ഹേ, ബാക്കിയുള്ള മറ്റു രണ്ടു പേരും അവൻ്റെ പുറകിലായി ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ സീൻ 2 കഴിഞ്ഞു. സീൻ 2 എന്ത് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത്? ഗോപു അവൻ ടി വി കണ്ട ഓർമ്മയിൽ യാദോമയും ആ ഓർമ്മകളിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്, മുന്നോട്ട് നടന്നു പോവുകയാണ്. ഇനി തേർഡ് സീൻ നടക്കുന്ന എവിടെയാണ്? സീൻ 3 എവിടെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ആ ലൊക്കേഷൻ എവിടെയാണ്? മനോഹർ ചാച്ചാക്കെ ഗർക്ക കമര സുബഹ്ക്ക് 8 ബജേ ഹേ. മനോഹർ ചാച്ചയുടെ വീട്ടിലെ ഒരു റൂം രാവിലെ 8 മണി സമയം, ആ സമയത്താണ് ഇത് നടക്കുന്നത്. ടി വി पर 26 जनवरी की परेड आ रही है. गोपू और उसकी बाबा टकटकी लगाए देख रहे हैं. ടി വി पर ടി വിയിൽ ജനുവരി 26 പരേഡ് വന്നുകൊണ്ടിരിക്കുന്നു. ഗോപു ഔർ ഉസ്കെ ബാബ ടക്കട്കി ലഗായെ ദേഖ് രഹേ ഹേ. ഗോപുവും അവൻ്റെ അച്ഛനും വളരെ ശ്രദ്ധാപൂർവം ഇരുന്നു കൊണ്ട് എന്താണത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനോഹർ ചാച്ച ബഗൽ മേം ബൈഠേ ഹേ. മനോഹർ ചാച്ച ഒരു സൈഡിലിരിക്കുന്നുണ്ട്. ടി വി മേം ജാംകിയാം ചൽ രഹി ഹേ. ടി വിയിൽ ഇങ്ങനെ ഓരോ കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഔർ ഏക് കമൻട്രി ബി, എന്താണ് ഒരു സൈഡിലൂടെ എന്താണ് അതിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങളും ഇങ്ങനെ വരുന്നുണ്ട്, ആ സീനിനെ പറ്റിയിട്ടുള്ളത്. ടി വി സെ ആത്തി കമൻട്രി ഔർ യഹ് ഹേ ജാങ്കി അസം രാജ് കി ആകെ ആകെ ബിഹു നൃത്യ കർത്തി മഹിളായേ. ഇനി എന്താണ്? ടി വിയിൽ നിന്നും ആത്തി വരുന്ന കമൻട്രിയാണ് കേൾക്കുന്നത്. ഔർ യഹ് ഹേ ജാങ്കി അസം രാജിക്കോ, ഈ കാഴ്ചകൾ നടക്കുന്നത് എവിടെയാണ്? അസം രാജ്യത്തിലാണ്. ആകെ ആകെ ഇനി വരുന്നത് എന്താണ്? ബിഹു നൃത്യ കർത്തി മഹിളായും, ബിഹു നൃത്യം ചെയ്യുന്ന സ്ത്രീകളാണ്. ഗോപു ബാബ യഹ് ആവാസ് കഹാം സെ ആ രഹി ഹേ. ഗോപു ചോദിക്കുകയാണ്, ബാബ അച്ഛ ഈ സൗണ്ട്, ഈ ആവാസ് എവിടെ നിന്നാണ് വരുന്നത്? അതിനുള്ള റിപ്ലൈ ആരാണ് പറയുന്നത്? മനോഹർ ചാച്ച. യഹ് ബി ടി വി സെ ഹി ആ രഹി ഹേ ഗോപുലാൽ, ഇതും ടി വിയിൽ നിന്നാണ് വരുന്നത് മോനെ എന്ന് പറയാണ്. ഗോപു ജാദു ഹേന, അത്ഭുതം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സീൻ 3 പറയുന്നത്. അതായത് സീൻ 2 അവസാനിച്ചത്, സെക്കൻഡ് സീൻ അവസാനിച്ചത് ഗോപു അവൻ ടി വി കണ്ട ഓർമ്മകളിൽ ഇങ്ങനെ മുന്നോട്ട് നടന്നു പോകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവസാനിച്ചത്. അപ്പോൾ അവൻ ടി വി കണ്ട ഓർമ്മകൾ എവിടെയായിരുന്നു? മനോഹർ ചാച്ചയുടെ വീട്ടിൽ ഒരു ദിവസം പോയിട്ട് അവിടെ നിന്നും ടി വി കണ്ട ഓർമ്മകളാണ്. അപ്പോൾ അവൻ ഓർക്കുന്നതാണ്, അവൻ്റെ ഓർമ്മകളാണ് ഈ സീൻ 3 പറയുന്നത്.